പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. കാനാൻകാരിയുടെ വിശ്വാസം. കാനാൻകാരിയുടെ മകളെ സൗഖ്യപ്പെടുത്തുന്നു. ഈ വചനഭാഗത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം, കാനാൻകാരിയുടെ മകളുടെ പേരെഴുതി അവളുടെ സൗഖ്യത്തെപ്പറ്റി വിവരിച്ചാൽ പോരായിരുന്നു? അങ്ങനെ എഴുതാതെ കർത്താവിനെ മനുഷ്യപ്പറ്റില്ലാതെ കൂടെയുള്ള ശിഷ്യരെ കൊണ്ട് സുവിശേഷകൻ അല്പം മനുഷ്യപ്പറ്റി കാണിക്കുക കർത്താവെ എന്ന് പറയിച്ചെഴുതിയത് എന്തിന്? മത്തായി സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മളുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. ഈ വചനഭാഗം സഭ ഈ നോമ്പിൽ തന്നതിന് വലിയൊരു ക്രൈസ്തവ പാഠം അതിലുണ്ട്. സാധാരണ മനുഷ്യർക്കെല്ലാം സ്വന്തം കാര്യവും അവരവരുമായി ബന്ധപ്പെട്ട കാര്യം വലുതാണ്. അത് കിട്ടാനും സംരക്ഷിക്കുവാനും ഏതറ്റം വരെ അവർ പോകുകയും ചെയ്യും. ഏത് ധ്യാനത്തിന് എത്ര ദിവസം ചിലവഴിക്കാനും അവർ തയ്യാറാണ് താനും. ദൃശ്യം എന്ന സിനിമ കണ്ടവർക്കറിയാം, ഒരു മകളെ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെ പോകുന്ന ഒരു അപ്പൻ. ആ മനുഷ്യപ്രകൃതം ക്രിസ്തുവിനറിയാം. നമ്മൾ ദൈവാലയത്തിലെത്തി സ്വന്തം കാര്യത്തിനായി മാത്രം, സ്വന്തം കാര്യലാഭത്തിനായി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളോടുള്ളത് ഇതായിരിക്കും. ഗീവർഗീസ് സഹദ, യൂദാസ്ലീഹ പോലുള്ള വിശുദ്ധരെ കൊണ്ട് മധ്യസ്ഥത പറയിച്ചാലും ക്രിസ്തു അനങ്ങില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഒന്നാമത്തെ ധ്യാനം. എപ്പോഴാണ് ക്രിസ്തു നമ്മുടെ പ്രാർത്ഥനയ്ക്കും നോമ്പനുഷ്ഠാനങ്ങൾക്കും പ്രതികരിച്ച് ഉത്തരം നൽകുന്ന ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ് വചനം ഈ ഞായർ. ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചത് എപ്പോഴാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗരാജ്യം മഹത്വപ്പെടുമെന്ന് അവന് ബോധ്യമുള്ളപ്പോൾ. കയ്യടി വാങ്ങുവാൻ ക്രിസ്തു അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. സ്വർഗരാജ്യ നിർമ്മിതിയിൽ ചേർന്ന് നിൽക്കുന്നവരുടെ സമയം ഭൗതിക സാഹചര്യങ്ങളിൽ കൂടുതൽ പോകുന്നു എന്നവനറിയുമ്പോഴാണ് വ്യക്തിപരമായ കർത്താവിൻ്റെ ഇടപെടൽ കാണുക. കലശലായ പനി ബാധിച്ച പത്രോസിൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തിയത് പത്രോസിനെ പ്രതിയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും ദൈവിക രാജ്യം ഭൂമിയിൽ വരുവാൻ, അത് സഭയ്ക്കും സമൂഹത്തിനും എന്തെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിലാണ് ദൈവത്തിനുമുമ്പിൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സ്വീകാര്യത. സൗഖ്യം ലഭിച്ച്, ജോലി ലഭിച്ച്, ആരോഗ്യം ലഭിച്ച്, മക്കൾ ലഭിച്ച്, കടബാധ്യത മാറി, എൻ്റെ കാര്യം മാത്രം നോക്കി സന്തോഷമായി എൻ്റെ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വർഗസന്നിധിയിൽ എത്തില്ല എന്ന് വചനത്തിലൊരു വായന. നിനക്കിത് ചെയ്തു തരുന്നത് കൊണ്ട് സ്വർഗത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് എന്തു ഗുണം എന്നാണ് സ്വർഗത്തിൻ്റെ ചോദ്യം. നിന്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് കൊണ്ട് സ്വർഗം അല്പം കൂടി നിന്റെ ചുറ്റുപാടിൽ വ്യാപിക്കുന്നുവെങ്കിൽ നിന്റെ നിയോഗം സ്വർഗം കേട്ടിരിക്കും എന്നൊരു വായനയാണ് ഇന്നത്തെ സുവിശേഷം. മനുഷ്യത്വമില്ലാത്തത് കൊണ്ടല്ല കാനാൻകാരിയുടെ അപേക്ഷ ക്രിസ്തു ശ്രവിക്കാഞ്ഞത്. വ്യക്തിപരമായ സ്വാർത്ഥ ആഗ്രഹത്തിന് മുകളിൽ സ്വർഗരാജ്യത്തിന് സ്ഥാനം നൽകുന്നവരാണ് ക്രിസ്തുവിന് മുമ്പിൽ ശ്രേഷ്ഠർ. സ്വർഗരാജ്യം ഭൂമിയിൽ വരുവാനാണ് ക്രിസ്തു ആഗ്രഹിച്ചത്. മറിച്ച് അവളുടെ അപേക്ഷയ്ക്ക് മറുപടി അരുളുന്നത് കൊണ്ട് സ്വർഗത്തിന് എന്ത് നേട്ടം എന്ന് ക്രിസ്തു ചിന്തിച്ചിരിക്കാം. അപ്പോഴാണ് സ്വർഗത്തെ പിടിച്ചു കുലുക്കിയ വിശ്വാസം അവൾ പ്രകടിപ്പിച്ചത്. വാക്യം 27. ക്രിസ്തുവിനത് ബോധ്യമായി. അവളുടെ ആവശ്യം ഒരു അമ്മയ്ക്ക് മകളോട് തോന്നുന്ന സ്വാർത്ഥതയല്ല. അവൾ ആവശ്യപ്പെട്ട സൗഖ്യം അവളുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നായിരുന്നു. യേശു തമ്പുരാൻ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. വിശുദ്ധ മത്തായി സുവിശേഷം 15:28. സ്വർഗം തുറന്നു. ഈ നോമ്പിൽ നമുക്ക് പാഠമാകേണ്ടതിനാണ് ഇത് എഴുതപ്പെട്ടിരിക്കുക. ചോദ്യം ഇതാണ്, നിന്റെ ഈ ആവശ്യം നിനക്ക് ചെയ്തു തരുന്നത് കൊണ്ട് എൻ്റെ സ്വർഗത്തിന് എന്ത് നേട്ടം? ദൈവം അനുഗ്രഹിക്കട്ടെ. വരുവിൻ യേശുവിനരികിൽ
എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ യേശുവിനരികിൽ. എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ.